ഏകജാതനായ മകനെ തരാൻ നീ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളുടെ ജീവിത നിലവാരങ്ങളെ ആത്മതലത്തിൽ ഒന്ന് ഉയർത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുക. ഞാനിത് സംസാരിക്കുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഡെലിവറൻസിനായി, ഒരു പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവീകമായ, ഒരു ഡിവൈനായ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. ഞാനിപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ഞാൻ എന്താണോ പ്രസംഗിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. കൈകൊടുത്ത് ഒന്നുകൂടെ പറഞ്ഞേ, മടി മാറണം. 22-ാം അധ്യായത്തിൽ തന്നെ, നമ്മൾ വായിച്ച 22-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 12-13 വാക്യത്തിലും ഇത് തന്നെ ദൈവം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വായിച്ചത് 15, 16, 17 വാക്യല്ലേ? അതിന്റെ 12, 13 വാക്യത്തിൽ റിപ്പീറ്റഡ് ആയി 2 തവണയാണ് ഈ കാര്യം അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. ഒന്ന് വായിച്ച ആ വാക്ക് 22-ന്റെ 12, 13. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവർ, എന്തെങ്കിലും ദൈവസന്നിധിയിൽ വെക്കുന്നവർ, സാക്രിഫിഷ്യലായ ഓഫറിങ്ങുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടുന്നവർ, അവർ ദൈവത്തെ ഭയക്കുന്നവരാണ്. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ആ മടി നിന്നിൽ ഇല്ലാത്ത കാരണം കൊണ്ട് 13-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. എന്നെ ഒന്ന് തല ഉയർത്തി നോക്കിയേ. മറ്റൊന്നും ചിന്തിക്കാതെ ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ദൈവത്തിന് ആരാധന മടികൂടാതെ കൊടുത്താൽ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് മടികൂടാതെ പ്രാർത്ഥിച്ചാൽ, ആരാധനാലയത്തിൽ മടികൂടാതെ കടന്നു വന്നാൽ, ദൈവത്തിനും തന്റെ നാമത്തിനും തന്റെ വേലയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ മാറ്റിവെച്ചത് മടികൂടാതെ കൊടുത്താൽ, അടുത്ത മിനിറ്റിൽ നീ ദൈവത്തിന്റെ കരുതൽ കാണും. അടുത്ത സെക്കൻഡിൽ നീ ദൈവത്തിന്റെ കരുതൽ കാണും. ഒന്ന് കൈകൾ അടിച്ച് സ്വീകരിക്കും. ഇത് ഞാൻ പറയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. എല്ലാ മടുപ്പുകളും ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പോകണം. പല തവണ ആവർത്തിച്ച് ബൈബിൾ ഇത് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ പാപികളാൽ വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുകയും. ദൈവിക വിഷയത്തിൽ, ഭൗതിക വിഷയത്തിൽ, ഒരു വിഷയത്തിലും നിങ്ങൾ എവിടെങ്കിലും ഒരു മടി കാണിച്ചാൽ അത് നിങ്ങളെ അഫക്ട് ചെയ്യും. ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യപരമായ കാര്യത്തിൽ എഴുന്നേറ്റ് അല്പം നടക്കേണ്ട സമയത്ത് നടക്കാതെയും, എക്സസൈസ് ചെയ്യാതെയും, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യാതെയും, ഇതിനൊക്കെ നിങ്ങൾ കാണിക്കുന്ന മടിയുണ്ടല്ലോ, ആ മടി നിങ്ങളുടെ ആരോഗ്യ മേഖലയെ ബാധിക്കും. ബാധിക്കുവോ? പ്രൈസ് ദി ലോർഡ്. കറക്റ്റ് സമയത്ത് ഡോക്ടർ ഒരു മരുന്ന് നിങ്ങൾക്ക് എഴുതി തന്നത് അത് കഴിക്കാനുള്ള മടി നീ കാണിച്ചാൽ അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാതെ, മടുപ്പും മടിയും കാണിച്ച് ഫോണും നോക്കിയിരുന്ന് ടിവിയും കണ്ട് കുശലവും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലും കുത്തിയിരുന്നാൽ അത് നിന്റെ ആത്മീക ജീവിതത്തെ ബാധിച്ചിരിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുന്ന സാമ്പത്തിക നന്മകൾ, ദൈവം നിങ്ങൾക്ക് തരുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ, അത് ദൈവസന്നിധിയിൽ വിതയ്ക്കാതെ, കൊടുക്കാതെ, അത് സ്വന്തമായ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായി ഉപയോഗിക്കാനുള്ളത് അതിനകത്തുണ്ട്, വിതയ്ക്കാനുള്ള വിത്തും അതിനകത്തുണ്ട്. ആ വിതയ്ക്കേണ്ട വിത്ത് വിതയ്ക്കാതെ പോയാൽ അന്നേരം നിങ്ങൾ ജയിച്ചെന്ന് തോന്നും. പിന്നെ പലയിടത്തും നിങ്ങൾക്ക് ആ സ്ട്രഗിളിങ് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. പിള്ളേരോട് പറയാം, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ, പഠിക്കാനുള്ള മടി, പഠനത്തിനുള്ള മടി, ഒരു മടി, പഠിക്കാനിരിക്കാൻ ഒരു മടി, പുസ്തകം വായിക്കാൻ ഒരു മടി, എഴുതാൻ ഒരു മടി, ട്യൂഷന് പോകാൻ ഒരു മടി, സ്കൂളിൽ പോകാൻ മടി, അങ്ങനെ മടിയും മടുപ്പും കാണിക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നു, അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നന്നായി ബാധിക്കും. അബ്രഹാമേ, നീ അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ കാരണം നിന്റെ അകത്ത മടിയില്ലാത്തതാണ്.
ഇന്ന് പകൽ കൈകൊട്ടാൻ മടിയില്ലാത്തവരൊന്ന് കൈകൊട്ടിയേ. ഹല്ലേലൂയ പറയാൻ മടിയില്ലാത്തവർ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കാൻ മടിയില്ലാത്തവർ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മടിയില്ലാത്തവർ ദൈവത്തിന്റെ രാജ്യത്തിൽ വിതച്ചേ. പലരും എത്ര ശ്രമിച്ചിട്ടും അവരുടെ ഭൗതിക മേഖലകളിൽ, അവരുടെ സാമ്പത്തിക മേഖലകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. ഇന്നത്തെ ശുശ്രൂഷയിൽ വിശേഷാൽ നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കൊരു പ്രേരണ തരികയാണ്. ഈ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ അഫക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇത് മറന്നു പോകരുതെന്നുള്ളതേ ഉള്ളൂ. ചേർന്നൊരു ആമീൻ പറയാം. എന്താണ് അതിന് വഴി? അത് വേണ്ടേ? എത്രയോ കുടുംബങ്ങളാണ് സാമ്പത്തിക കെണി, കടഭാരം, കടക്കെണി നിമിത്തം ആത്മഹത്യ ചെയ്യുന്നത്. എത്രയോ കുടുംബങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുന്നു. നമ്മൾ പല കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സഭ കേരളത്തിലും ഒഡീഷയിലുമൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളെ ഈ സഭ ഏറ്റെടുത്ത് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പഠനത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവകൃപയാൽ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന അല്പമായ നന്മ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുമോ? അമ്മമാര് പറയുന്നത് പോലെ അരി പാത്രത്തിലുണ്ടെങ്കിലല്ലേ അടപ്പത്തിടാൻ പറ്റുള്ളൂ. എത്രയോ ജീവിതങ്ങളാണ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭൂമിയിലെ നിങ്ങളുടെ ലൈഫിലെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ആത്മാവിന്റെ പ്രശ്നം യേശുവിനെ തീർക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാ പ്രശ്നവും അവനെ പരിഹരിക്കാൻ കഴിയും. നിത്യജീവൻ അവനെ തരാൻ കഴിയും. മറുഭാഗത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ പാർപ്പിടം, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഇതിനെല്ലാം നിങ്ങൾക്ക് സമ്പത്ത് ആവശ്യമാണ്. ബൈബിൾ ഒരിക്കലും അതിനെതിരല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു കർത്താവ് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയല്ലയോ? തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ അവൻ പ്രസാദിക്കുന്ന ദൈവമാണ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അവൻ അതതിന്റെ ആഹാരത്തെ നൽകുന്ന ദൈവമാണ്. ഈ ഭൂമിയിലും കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു കാട്ടിനകത്ത് വിശന്ന ഒരു കൂട്ടം ആളുകൾക്ക് പോലും 5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ടാണ് യേശു അവരെ മടക്കി അയച്ചത്. ചേർന്നൊരാമീൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന മേഖലകളിൽ നിങ്ങൾ പുറത്തു വരണം. ഞാൻ എൽ ഷദായി സഭയെ നോക്കി, വിശ്വസിക്കുന്ന വ്യക്തികളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഒന്ന് കരമടിച്ചത്, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് നല്ലൊരു ഭവനം ഉണ്ടാകാൻ, നല്ല ആഹാരം ഉണ്ടാകാൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ സഹായിക്കാൻ കഴിയത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകട്ടെ. ഞാനത് ആഗ്രഹിക്കുന്നത് കാണാൻ. മക്കളെ, പഠിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുഞ്ഞിനെ നമുക്കൊന്ന് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ചർച്ച് പണി നടക്കുന്നു, നമുക്ക് അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേണ്ടേ? ഒരു മനുഷ്യന് ഒരു ഓപ്പറേഷൻ, ഒരു സർജറി. കഴിഞ്ഞ ദിവസം ഒരു പിതാവ്, ഒരു അപ്പച്ചൻ, അദ്ദേഹം IPCയിലെ ഒരു പാസ്റ്റർ ആയിരുന്നു. ഇന്നിവിടെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ആഴ്ചയോ അദ്ദേഹം ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച. അപ്പച്ചനോട് ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കോ. ആ അപ്പച്ചൻ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ IPCയിലെ ഒരു പാസ്റ്ററാണ്, എനിക്കൊരു സർജറി ഉണ്ട്. ഞാൻ പലരോടും ചോദിച്ചു, ആ ഓപ്പറേഷന് വേണ്ടി, ആ സർജറിക്ക് വേണ്ടി വിധേയപ്പെടേണ്ട സമയം കഴിഞ്ഞു, എനിക്ക് അതിവേദനയാണ്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കും. ഞങ്ങൾ അന്വേഷിച്ചു. കൃത്യമാണ്, അദ്ദേഹം കഴിഞ്ഞ 30-ലധികം വർഷമായിട്ട് പത്തനംതിട്ടയിൽ കർത്താവിന്റെ വേല ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഉടനെ തോമസ് സാറിനെ വിളിച്ചു. അദ്ദേഹത്തിന് 60,000 രൂപ മതി ആ സർജറി നടത്താൻ. എല്ലാ പേപ്പറുകളും കൊണ്ടുവന്നു. ആ ആഴ്ചത്തെ ദൈവം ഈ ആലയത്തിലൂടെ തന്ന നന്മ ബാങ്കിൽ ഇടുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലും കിട്ടുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കും, സഭയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. അന്ന് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ പൈസ കയ്യിൽ ക്യാരി ചെയ്തിരുന്നു.
അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ എഴുതി വാങ്ങി 60,000 രൂപ അദ്ദേഹത്തിന്റെ സർജറിക്ക് വേണ്ടി തോമസ് സാർ കൊടുത്തു. ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കേസ് അല്ല, ഇത് ഒരെണ്ണേ പറഞ്ഞുള്ളൂ, എണ്ണിയാൽ തീരാത്തതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫ്, നിങ്ങളും ഞാനും ദൈവ മക്കൾ, അവർ അനുഗ്രഹിക്കപ്പെടണം. എന്റെ ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്. അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വെള്ളി, പൊന്ന്, കന്നുകാലികൾ ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അബ്രഹാമിന്റെ തലമുറയായ ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ വിതച്ചു, അവൻ 100 മേനി കൊയ്തു. അബ്രഹാമിന്റെ തലമുറയായ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു 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 വന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്. എന്റെ ദൈവം കീഴോട്ട് വിടുന്നവനല്ല, എന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. വേണ്ടാത്തവർക്ക് വേണ്ട, വിട്ടേരെ, നിങ്ങൾ വിട്ടേരെ, വേണ്ട. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ തലമുറയും ദേശത്തിന്റെ നടുവിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് കാണാം. ദൈവത്തിന് അതിൽ ഒരു വിരോധമില്ല മക്കളെ. പക്ഷേ പ്രത്യേകാൽ ഫൈനാൻഷ്യൽ മേഖലയിൽ നമ്മൾ ബ്ലെസ്ഡ് ആകാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. കണ്ടോ, അബ്രഹാമേ, നീ വെറുതെ അല്ല ഐശ്വര്യമായ അനുഗ്രഹത്തിലേക്ക് കയറിയത്. ചുമ്മാ ഒരു രാവിലെ എഴുന്നേറ്റപ്പോൾ നിന്നെ ഞാൻ അങ്ങ് ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു എന്നല്ല ദൈവം പറഞ്ഞത്. നിന്റെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്ന്, നീ ഏറ്റവും പ്രഷ്യസ് ആയി കണ്ട ഒന്ന് എന്റെ സന്നിധിയിൽ കൊണ്ടുവയ്ക്കാൻ നീ മടിക്കായിക കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട്, ദൈവമക്കളോട് പറയുന്ന, 3 മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം, സമർപ്പിക്കണം. നിങ്ങളുടെ സമയത്തിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ സമ്പത്തിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സകലത്തിന്റെയും ആരോഗ്യം തന്നിട്ടുണ്ടോ? കൈയും കാലും ഒക്കെ ചലിക്കുന്നുണ്ടോ? ചലിക്കാത്ത ഒത്തിരി പേരെ കണ്ട് പ്രാർത്ഥിക്കുന്ന ആളാ ഞാൻ, അറിയോ? എണ്ണീറ്റ് നടക്കാൻ മേലാത്ത പലതിനെയും കണ്ട് സങ്കടത്തോടെ കൈവച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവനാ ഞാൻ. എഴുന്നേറ്റ് നടക്കാനും കൈവെക്കാനും ഒക്കെ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ദശാംശം എന്നോണം കൈ ഒന്ന് അടിച്ച് അതിനെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മടികൾ മാറട്ടെ, മടികൾ മാറട്ടെ. ഇന്ന് പകൽ നിന്റെ മടി പൊട്ടുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എത്ര പേർ അനുഗ്രഹീതരാകാൻ ആഗ്രഹിക്കും? ആവർത്തന പുസ്തകം 16-ാം അധ്യായം 14-17 വാക്യം. കർത്താവിന്റെ മേശയിലേക്ക് വരുന്നതിന് മുൻപ് ഇത് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വായിക്കാം. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. എന്താ അതിന്റെ കാരണം? നിന്റെ ഒറ്റ വാക്യത്തിൽ നിർത്തരുത്. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ വെറും കൈയായി വരരുത്. എന്താ കാരണം? 17-ാം വാക്യം വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. മനസ്സിലായോ? എന്റെ ദൈവം എനിക്കൊന്നും തന്നിട്ടില്ല എന്നുള്ളവരൊന്ന് കൈവക്കി. എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയാണ്. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടേ ഇല്ല ഇത്രയും നാളായി. അയ്യോ, ഞാൻ 10 കൊല്ലത്തിനു മുമ്പ് ഈ ചർച്ച വന്ന പോലെ തന്നെയാ. ഞാൻ ദൈവത്തെ അറിഞ്ഞ കാലത്ത് ഞാൻ എങ്ങനായിരുന്നു അതിനേക്കാളും ദരിദ്രത്തില്ല ഞാൻ കിടക്കുന്നത്. അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ചാരിറ്റിയുടെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്തുവിടാം. നെവർ. ഞാൻ പ്രസംഗിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, ഈ പുസ്തകത്തെ ഉയർത്തിയവനെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ കർത്താവിനെ അറിഞ്ഞ കാരണത്താൽ, എന്റെ യേശു എന്നിൽ വന്നതിനാൽ എന്റെ ജീവിതത്തിൽ ഒരു കുറവും എന്റെ ദൈവം വരുത്തിയിട്ടില്ല എന്നുള്ളവർ മാത്രം, നന്ദിയുള്ളവർ മാത്രം അക്ഷരം തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ബൈബിൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം
ഓരോരുത്തൻ തന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതിന് മാറ്റമില്ല. വായികൾ തുറന്ന് പറഞ്ഞ് കൊടുക്കാൻ മടിക്കായകൊണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20:23 വാക്യം, 35 വാക്യം, 20:35 യേശു പറഞ്ഞ കാര്യമാണിത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ കാര്യമാണത്. എന്താ യേശു പറഞ്ഞത്? വാങ്ങുന്നതിനേക്കാൾ. എല്ലാം കൂടെ പറയാതെ സാറേ, യേശു എന്താ പറഞ്ഞത്? കൊടുക്കുന്നത്. മൈക്കിലൂടെ പറഞ്ഞേ. എന്ത് ഭാഗ്യം? കൊടുക്കുന്നത് ഭാഗ്യം. ഞാനൊരു സത്യം പറയാം. ആരാധന കൊടുക്കണമെങ്കിലും, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിലും, സഭയ്ക്ക് കൊടുക്കണമെങ്കിലും, സത്യമായിട്ട് ഞാൻ പറയട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവനെയും കൊണ്ടേ അത് പറ്റുള്ളൂ. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ. പ്പെട്ടവനെയും കൊണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാ യേശു പറഞ്ഞത്. യേശു പറഞ്ഞ അതാണ്. വായിച്ചു നോക്ക്, ഇംഗ്ലീഷിൽ വായിച്ചേ. It is more blessed to give than receive. It is more blessed to give. ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരുത്തന് മാത്രമേ ഗിവിംഗ് ഉണ്ടാവത്തുള്ളൂ. ദൈവരാജ്യത്തിൽ എന്തെങ്കിലും കൊടുക്കാനോ ചെയ്യാനോ പറ്റിയിട്ടുള്ളവരെന്ന് കൈ ഉയർത്തിയേ. സ്തോത്ര കാഴ്ച കൊടുത്തവരോ, ദശാംശം കൊടുത്തവരോ, ആലയം മണിക്ക് കൊടുത്തവരോ, ദൈവരാജ്യത്തിൽ ഒരു പാവപ്പെട്ട ദൈവദാസനെ സഹായിച്ചവരോ, ഒരു വീട് വെച്ചു കൊടുത്തവനോ, കർത്താവിന്റെ രാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തവരെന്ന് കൈകൾ ഉയർത്തി കാണിച്ച് നിങ്ങളെ നോക്കി ഈ വചനം തെറ്റാതെ പറയാം. യു ആർ ദ ബ്ലെസ്ഡ് പേഴ്സൺ. ഒന്ന് കരമടിച്ച ദൈവത്തിൽ, യു ആർ ദ ബ്ലെസ്ഡ് പേഴ്സൺ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളിലിട്ട് നോക്കിയേ. കർത്താവിന്റെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ഇത് പ്രവാചകനായ സാമുവേലിനെ കാണാൻ ശൗലും, കീശിന്റെ മകനായ ശൗലിന്റെ ഭൃത്യനും കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് വിശുദ്ധ ബൈബിളിൽ. പ്രൊഫറ്റിന്റെ അടുക്കലേക്ക്, പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന സമയത്ത് 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ കൂട്ടുവേലക്കാരനോട് ശൗല് പറയുകയാണ്, ശമൂവേലിന്റെ അടുത്ത്, പ്രൊഫറ്റിന്റെ അടുത്ത് പോകുമ്പോൾ, വായിച്ചോ. ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നെങ്കിൽ ആ പുരുഷന് എന്താകുന്നു? ആ പുരുഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പുരുഷനല്ല, as a man of God. ശമൂവേലിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്താകുന്നു നമുക്ക് കൊണ്ടുപോകേണ്ടത്? കാരണം അത് ദൈവികമായ വ്യവസ്ഥയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ. അതുകൊണ്ടാണ് നമ്മുടെ അപ്പന്മാര്, പിതാക്കന്മാര് മുതലേ ഈ ഓഫറിംഗ് അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശു ഒരു പള്ളിയിൽ നിന്നപ്പോൾ ഒരു വിധവയായ സ്ത്രീ വന്ന് ഓഫറിംഗ് ബോക്സിൽ, സ്തോത്രകാഴ്ച ഭണ്ഡാരത്തിൽ അവൾ ഓഫറിംഗ് ഇടുന്നത് യേശു ശ്രദ്ധിച്ചു നോക്കിയത്. ആരും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ ഇതൊന്നും ചെയ്യാതെ വലിയ ആള് കളിച്ചിരിക്കുന്നൊന്നും ആത്മീയതയല്ലെന്ന് ഓർത്തോണം. നീ ബൈബിളിന് പുറത്താ, ബൈബിളിനകത്തുവാ. ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വചന. നെക്സ്റ്റ് വേർഡ്. നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ, ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം. നോക്കിയേ, കൈ കൊടുത്ത് പറഞ്ഞേ, കൊടുക്കാം. ദൈവപുരുഷന്റെ അടുക്കൽ ശൗല് പോയത് പ്രയോജനമായോ ഇല്ലയോ? വീട്ടിൽ പോയി വേദോസം വായിക്കണം, ബൈബിൾ വായിക്കണം. യൂട്യൂബ് അല്ല ബൈബിൾ. യൂട്യൂബിൽ കുറെ സാറന്മാരിരുന്ന് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. യൂട്യൂബ് അല്ല ബൈബിൾ. നിന്റെ കയ്യിലിരിക്കുന്ന 66 പുസ്തകം തുറന്ന് വായിക്കണം. എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് വന്നാൽ
ഗൂഗിളിന്റെ ഉടമസ്ഥനോ യൂട്യൂബുകാരനോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സിസ്റ്റം എല്ലാം അടിച്ചു പോകും. പക്ഷേ ഈ സിസ്റ്റം ഒരിക്കലും അടിച്ചു പോകുന്നതല്ല. ഇത് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനമാണ്. ബൈബിൾ തുറന്ന് വായിക്കണം. യൂട്യൂബുകാരൻ പറയുന്നത് ബൈബിളിൽ ഉണ്ടോന്നുകൂടെ ഒന്ന് നോക്കണം. ഈ ബൈബിളിനകത്തുള്ള കാര്യത്തെ യൂട്യൂബുകാരൻ വളച്ചൊടിക്കുന്നത് അവന് റേറ്റിംഗ് കിട്ടാനാ, നിന്റെ റേറ്റിംഗ് പോകാനും. നിന്റെ റേറ്റിംഗ് കൂടണമെങ്കിൽ നീ നോക്കേണ്ടത് വിശുദ്ധ തിരുവെഴുത്തുകളായിരിക്കണം. എന്റെ കയ്യിൽ 1/4 ശെക്കൽ വെള്ളിയുണ്ട്, ഞാനിത് ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് മക്കളെ, സഹോദരങ്ങളെ, ഒറ്റ ദിവസം കൊണ്ട് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് രൂപാന്തരപ്പെടുത്തി. പിറ്റേ ദിവസം ഈ മനുഷ്യൻ തിരിച്ചു പോകുന്നത് ഒരു പ്രൊഫറ്റായിട്ടാണ്, ഒരു പ്രവാചകനായിട്ട്. 2 പുള്ളിയുടെ നഷ്ടപ്പെട്ട മുഴുവൻ അപ്പന്റെ കഴുതകളെയും പുള്ളിക്ക് തിരിച്ചു കിട്ടി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവസന്നിധിയിൽ കൊടുത്തതൊന്നും നിനക്ക് നഷ്ടമാകത്തില്ല. ഒന്ന് കരമടിച്ച് കർത്താ, നീ ദൈവസന്നിധിയിൽ കൊടുത്തതൊന്നും നിനക്ക് നഷ്ടമാകത്തില്ല. Praise the Lord. എന്നെ കൊണ്ടൊരു പുള്ളി ഒരു എന്ത് വരുന്നത് ഇൻഷുറൻസോ എന്തോ ഒരു സാധനം, മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ എന്തോ ഒരു സാധനം എടുപ്പിച്ചു. വീട്ടിൽ വന്ന് ക്യാൻവാസ് ചെയ്ത് പിടിച്ചതാ. 1 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിച്ച് അതിനകത്ത് ഇട്ടു. പിന്നെ അടുത്ത വർഷം ഈ സാധനം എനിക്ക് ഇടാൻ പറ്റിയില്ല. അത് ക്രെഡിറ്റ് ആയില്ല. ഞാനിത് മറന്നും പോയി. അതിൻ്റെ അടുത്ത വർഷമായി ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഓർത്ത്, മറ്റേ അങ്ങാര് വന്ന് ഒരു 1 ലക്ഷം രൂപ എൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി, ഇതിനകത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അതൊന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് 3 അടവ് തെറ്റിയാൽ ഈ ഇട്ട 1 ലക്ഷം കിട്ടുകയല്ലെന്ന്. ഇത് ഫുള്ളായിട്ട് ഇടണം, ഇത് ഇട്ടോണ്ടേ ഇരിക്കണം. പക്ഷെ നീ ദൈവസന്നിധിയിൽ എന്തേലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പറയുന്നു, നിന്റെ ഒരടവും തെറ്റുകയല്ല. ഞാൻ ഈ കേസ് മറന്നുപോയോണ്ട് ഐ ഫോർഗെറ്റ് ദാറ്റ്. എന്നെ ആരും റിമൈൻഡ് ചെയ്തില്ല, ഞാൻ ഓർത്തുമില്ല. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പല നിക്ഷേപങ്ങൾക്കും നമുക്ക് ഉറപ്പില്ല. പലതിനും ഉറപ്പില്ല. വിദേശത്ത് പോകാൻ, എവിടെ പോകാൻ, ഇവിടെ കോട്ടയത്ത് നിന്നൊരു സഹോദരിയാണെന്ന് പറഞ്ഞു 35 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. അവരെ പിന്നെ പോലീസ് പിടിച്ചു, പറ്റിച്ചോണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി. പൈസ ഒന്നും കിട്ടിയില്ല ഇതുവരെ പുള്ളിക്കാരിക്ക്. ഈ ഭൂമിയിലെ പലതിനും നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവരാജ്യത്തിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പ് തരാം. എന്റെ ഉറപ്പ് മാനുഷിക ഉറപ്പല്ല, ഇത് ഈ വചനത്തിലുള്ള എന്റെ ഉറപ്പാണ്. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യും. എല്ലാരും ഒന്ന് വായികൾ തുറന്ന് പറഞ്ഞേ, ശൗൽ ഭൃത്യനോട് എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ വെള്ളിയുണ്ട്, ഞാനത് ദൈവപുരുഷന് കൊടുക്കാം. എന്റെ ഏകജാതനായ മകനെ കൊടുക്കാൻ മടിക്കായിക കൊണ്ട്. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹീതരാണ്, ഭാഗ്യാണ് എന്ന് യേശു താനും പറഞ്ഞ വാക്ക് ഓർക്കണം. പൗലോസ് പറയുന്നു, എന്റെ ജീവിതം കൊണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ചേർന്നൊരാമീൻ പറഞ്ഞു. ഈ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട് വേദപുസ്തകത്തിൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കരമായ പ്രതിസന്ധിയിൽ, പരാജയത്തിൽ നിൽക്കുകയാണ്. ഗിദയോൻ മാത്രമല്ല, എൻറ്റയർ ദ ഇസ്രായേൽ ജനത മുഴുവൻ. കാരണം മിദ്യാന്യരെല്ലാം നന്മയും കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കരുവേലകത്തിന്റെ ചുവട്ടിൽ ഗിദയോൻ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ഒരു ദൂതൻ ഗിദയോന് പ്രത്യക്ഷപ്പെട്ടിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗിദയോനോട് ആ ദൂതൻ പറഞ്ഞു, ഞാൻ പോയി
എന്റെ വഴിപാട് കൊണ്ടുവന്ന അതിന് 16 വാക്യം നോക്കി പാസ്റ്ററെ. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ പോലെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. അതിന് അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ. ഓക്കെ, പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ മനുഷ്യനോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും. അപ്പൊ ഗിദെയോൻ എന്ത് ലഭിച്ചു ദൈവസന്നിധിയിൽ നിന്ന്? അടുത്തിരിക്കുന്നവർ പറഞ്ഞു, ദൂതനിൽ നിന്ന് ദൂത് കേട്ടു. പറഞ്ഞു, ദൂതനിൽ നിന്ന് ദൂത് കേട്ടു. ആ ഉറങ്ങുന്ന ആളിനോടും പറഞ്ഞാട്ടെ, ദൂതനിൽ നിന്ന് ദൂത് കേട്ടു. ദൂതനിൽ നിന്ന് ദൂത് കേട്ടു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാം ഞായറാഴ്ചയും ദൂത് കേൾക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഗിദെയോൻ ആ ദൈവികമായ ദൂത് ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ. അമ്മച്ചി കേൾക്കുന്നോ? അനുഗ്രഹിക്കപ്പെടാനുള്ള ദൂത് കേട്ടവൻ ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം, എന്നാ ഞാൻ പോയിട്ട് വരാം. കണ്ട എല്ലാവരും കണ്ട ഹല്ലേലൂയ പറഞ്ഞു. ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം, ഇനിയിപ്പോ നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. അങ്ങനല്ല, ആ ദൂത് കേട്ട ഗിദെയോൻ വീട്ടിൽ ചെന്ന് ഓഫറിംഗ് എടുത്തോണ്ട് വന്ന് ദൈവസന്നിധി വെച്ചു. കാരണം ബൈബിൾ പറയുന്ന, യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കണം. ദൈവത്തോടുള്ള ഓണറാണ്, ദൈവത്തോടുള്ള ബഹുമാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല നിലകളിൽ ദൈവത്തെ ബഹുമാനിക്കാം, പല നിലകളിൽ ദൈവത്തെ ആരാധിക്കാം. വിദ്വാൻമാർ യേശുവിനെ ബഹുമാനിച്ചത്, യേശുവിനെ ഓണർ ചെയ്തത് അവര് തമ്പേരെടുത്തോണ്ട് വന്ന് പാടിയല്ല, പൊന്നും മൂരും കുന്തിരുക്കവും കർത്താവിന്റെ സന്നിധിയിൽ വെച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അറിവിത്മേ അല്ലെങ്കിൽ പല നിലകളിൽ ദൈവത്തെ ബഹുമാനിക്കാം. അബ്രഹാം ബഹുമാനിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ്. അബ്രഹാം തനിക്ക് ലഭിക്കുന്ന സകല നന്മയുടെ ദശാംശം ദൈവസന്നിധിയിൽ അർപ്പിച്ചു. ഇസഹാക്ക് അത് ചെയ്തു, യാക്കോബ് അത് ചെയ്തു, പഴയ നിയമ വിശുദ്ധന്മാർ രാജാക്കന്മാർ അത് ചെയ്തു, പുതിയ നിയമ സഭ അത് ചെയ്തു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മൾ ബൈബിളിനകത്താണോ ജീവിക്കേണ്ടത്, അതിന് പുറത്താണോ ജീവിക്കേണ്ടത്? ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. 8-ാം അധ്യായം 3-ാം വാക്യം. വാവ്, ദാറ്റ്സ് അമേസിംഗ്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് മുട്ടിവെച്ച് പറഞ്ഞേ, കൊടുക്കാൻ മടിക്കാത്തവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. കൊടുക്കാൻ മടിക്കാത്തവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പുറകിലിരിക്കുന്നവർക്കും പറയാം, നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. കൊടുക്കാൻ മടിക്കാത്തവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഒന്ന് വായിച്ച വാക്യം ലൂക്കോസ് 8:3. അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി. പാസ്റ്റർ എവിടായി വായിക്കുന്നേ? 8-ാമത്തെ വാക്യം. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസിയുടെ ഭാര്യ യോഹന്നെ ശൂശനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോണം. ശൂശന്ന, കൂസയുടെ ഭാര്യ യോഹന്ന, ഇവരെല്ലാം, ഈ സ്ത്രീകളെല്ലാം ആർക്ക് ശുശ്രൂഷ ചെയ്തു? യേശു ക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്തോ? കർത്താവിനെ കൂടെ. അവരെങ്ങനെ ശുശ്രൂഷ ചെയ്തേ? അവരെങ്ങനെ കർത്താവിനെ ഓണർ ചെയ്തേ? തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട്. ഞാനതാ പറഞ്ഞ, ദൈവത്തെ വ്യത്യസ്തമായ നിലയിൽ ബഹുമാനിക്കാം, ആരാധിക്കാം. നിങ്ങളുടെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും വ്യക്തിപരമായി ഒരു പണവും മേടിക്കാത്ത ആളാണ് ഈ പറയുന്നത്. ഒരുത്തനും ചിന്തിച്ചേക്കരുത് എനിക്കെന്തോ പണം ഉണ്ടാക്കാനാണ്. ഞാൻ ടിനു പാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്നുള്ളവർ, വ്യക്തിപരമായ ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ടെന്നുള്ളവർ കൈ പൊക്കാമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ദൈവസന്നിധി കൈ പൊക്കാം, ഇപ്പൊ തന്നെ കൈ പൊക്കാം. ഇത്
എൻ്റെ ആവശ്യ നിർവഹണത്തിന് പറയല്ല, എൻ്റെ കർത്താവിൻ്റെ കാര്യം നടത്തുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണ്. മക്കളെ, ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിക്കാതെ നാട്ടുകാർ പഠിപ്പിച്ചു തന്ന കുറെ സാധനവും കുറെ ബൈബിളിന്റെ പുറത്ത് ചിന്തിക്കുന്നവരും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്തവരും അസൂയ നിറഞ്ഞവരും മറ്റുള്ളവന് പണി ഈ പല പ്രസംഗങ്ങളും മറ്റുള്ളവരെ നന്നാക്കൽ, പണി കൊടുക്കാൻ പ്രസംഗിക്കുന്നവരുണ്ട്, പണി കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അറിയാം, പണി കൊടുക്കാൻ പ്രാർത്ഥിച്ചല്ലേ പരീശൻ, കർത്താവേ ഞാൻ ഈ പാപിയെ പോലെ അല്ലാകിയാൽ നിന്നെ. അങ്ങനെ സഭയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കായിരിക്കും, കർത്താവേ ഈ ദിവസങ്ങളിൽ നടത്തിയതിനായി സ്തോത്രം, കർത്താവേ എന്തെല്ലാം അനീതികളാണ് കർത്താവേ ഈ സഭയിൽ നടക്കുന്നത്. എനിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് കർത്താവ് കേൾക്കാൻ പ്രാർത്ഥിക്കുവല്ല, ഇപ്പുറത്തിരിക്കുന്നവന് പണി കൊടുക്കുക. ആരും മിണ്ടുന്നില്ലല്ലോ. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇത് നിങ്ങൾക്ക് പണി കിട്ടാൻ പറയുന്നതല്ല, ഇത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പറഞ്ഞു തരുന്ന. നീതിമാന്റെ തലമുറ. പിന്നെ അടുത്ത വാക്യം, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്കറിയോ, ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാം ഒരിക്കലും പൊന്നിന്റെ പുറകിൽ പോയ ആളല്ല. അബ്രഹാം ഒരിക്കൽ പോലും വെള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അബ്രഹാം ഒരിക്കൽ പോലും എനിക്ക് കന്നുകാലികളെ തരണേ ദൈവമേ, എൻ്റെ ദൈവമേ, എപ്പോൾ ദൈവം വന്നാലും 10 കന്നുകാലിയോടെ തരണേ എന്ന് അബ്രഹാം പറഞ്ഞിട്ടേയില്ല. ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയും അബ്രഹാം പ്രാർത്ഥിച്ചിട്ടില്ല. അബ്രഹാം യഥാർത്ഥമായി ദൈവമുഖം അന്വേഷിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തെ ആരാധിച്ച്, തൻ്റെ കടമകൾ ദശാംശം കൊടുക്കേണ്ടപ്പോൾ ദശാംശം കൊടുത്ത്, ആരാധിക്കേണ്ടപ്പോൾ ആരാധിച്ച്, വീണു വണങ്ങി, കൊടുക്കേണ്ടപ്പോൾ കൊടുക്കാൻ മടിക്കാതെ, തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ അനുസരിച്ചതുകൊണ്ട് ഇതൊന്നും ചോദിക്കാതെ തന്നെ സ്വർഗത്തിലെ ദൈവം അവന് കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. Thank you, Lord Jesus, for these things. We are helping to support them out of their own means. ആ സ്ത്രീകൾ കർത്താവിന്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണം. വായ് തുറന്ന് പറയാം, സൂസന്ന ചെയ്തു അത്, ജോവാന ചെയ്തു അത്, തെസ്സലോനിക്ക സഭ അത് ചെയ്തു. ലുദിയ എന്ന് പറയുമ്പോൾ അടുത്ത വാക്കെന്ത് ഓർമ്മ വരുന്നേ? പറ. രക്താംബരം വിൽക്കുന്ന ലുദിയ. അപ്പോസ്തലപ്രവൃത്തി 16:15. ഒന്ന് വായിച്ചോ. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കാം അതിനകത്ത്, പെട്ടെന്ന് വായിച്ചോണം. 16:15 ഇല്ലയോ? അപ്പോസ്തലപ്രവൃത്തിക്ക് 16:15 ഇല്ലയോ? തുയത്തര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർക്കുവീൻ എന്ന് അപേക്ഷിച്ച്. മതി. ഈ രക്താംബരം വിൽക്കുന്ന ലുദിയ, അടുത്തിരിക്കുന്ന ആള് ചോദിച്ചേ, എന്തുവാ ഈ രക്താംബരം എന്നൊന്ന് ചോദിച്ചേ. നിങ്ങൾക്ക് എന്താ രക്താംബരം? എന്താ? ഏതോ ഒരു പൂവോ? ഞാൻ ഒരു മീറ്റിങ്ങിൽ ഇത് ചോദിച്ചപ്പം ഒരു സഹോദരി എനിക്ക് പറഞ്ഞു, മുല്ലപ്പൂ പോലൊരു സാധനമാണ് രക്താംബരം, അത് വിൽക്കുന്ന അവളാണ്. നോ, രക്താംബരം എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ ബിസിനസ് ഗാർമെന്റ്സ് ആയിരുന്നു, തുണി, ടെക്സ്റ്റൈൽസ്. അന്നത്തെ കാലത്ത് ഈ എന്താ പറയുന്നത്, പർപ്പിൾ കളറിൽ, പർപ്പിൾ ഈസ് എ റോയൽ തിങ്, റോയൽ കളർ. ആ പർപ്പിൾ കളറുള്ള വസ്ത്രങ്ങൾ റോയൽറ്റി ഉള്ളതാണ്. അത് ഈ മ്യൂറെക്സ് എന്ന് പറയുന്ന ഒരു സെൽഫിഷിന്റെ, ഇന്നത്തെ പോലെ ഡൈ ഒന്നും വന്നില്ല, 100 കണക്കിന് സീസ്നെയിൽസും മ്യൂറെക്സ് എന്ന് പറയുന്ന സെൽഫിഷും അതിനകത്ത് നിന്നെടുക്കുന്ന ആ ദ്രാവകം ഉപയോഗിച്ച് ഒരു മിശ്രിതം ഉണ്ടാക്കി, അത് ലിനൻ കൊണ്ട് നെയ്ത വെള്ള തുണി അതിൽ മുക്കുമ്പോൾ ഇതിനൊരു പർപ്പിൾ കളറാവും. ഈ പർപ്പിൾ കളറുള്ള
ഈ തുണി കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ടെക്സ്റ്റൈൽ, ഒരു തുണി വ്യാപാരിയായിരുന്നു. തുണിക്കച്ചവടം നടത്തുന്ന നല്ല നിലയിലും നിലവാരത്തിലും ആ പട്ടണത്തിൽ ജീവിക്കുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രം വിൽക്കുന്ന സ്ത്രീ ആയിരുന്നു ലൂദിയ. അല്ലാതെ രക്താംബരം എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ രക്താംബരം എന്ന് ചിന്തിച്ചിരുന്നത് എന്താ, ചെമ്പരത്തിപ്പൂ അങ്ങാണ്ട് വിൽക്കുന്നതാണ്. ചെമ്പരത്തിപ്പൂവല്ല. അപ്പൊ അത്രയും വലിയൊരു ബിസിനസ്സുകാരിയായിരുന്നു ആര്? ലൂദിയ. ഇപ്പൊ ഇന്ന് ചാറ്റ് GPTയുടെയും ഗൂഗിളിന്റെ ഒക്കെ കാലമാണല്ലോ. നോക്കിക്കോ, ധൈര്യമായിട്ട് നോക്കിക്കോ എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സഹോദരി സുവിശേഷം കേട്ടപ്പോൾ അവൾ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോവല്ലോ? സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ആ ജീവിതം സമർപ്പിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഈ സഹോദരി ദൈവദാസന്മാരോട് പറയുകയാണ്, സഭയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ വീടെടുത്തോണം. വെറുതെ പറയുവല്ല, നിർബന്ധിച്ചു. ഇപ്പോ യഥാർത്ഥമായി ഒരുത്തൻ ദൈവത്തെ അറിഞ്ഞാൽ ഇങ്ങനെയാണ്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് എന്ന് അവരവർ തന്നെ വിലയിരുത്തട്ടെ. ചേർന്നൊരു ഹാലേലിയ പറഞ്ഞു. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാർ 4 ശൂന്യംകാരത്തിയായ സ്ത്രീ, ശൂന്യംകാരത്തി സ്ത്രീ 8, 9, 10 വാക്യങ്ങൾ. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ആരായിരുന്നു? ധനികയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. നമ്മുടെ നാട്ടിലെങ്ങാണുമായിരുന്നെങ്കിൽ നമ്മുടെ സഹോദരിമാര് പറയും, പുള്ളി പണക്കാരുടെ വീട്ടിലേ പോത്തോളൂ. അങ്ങനെയാണെന്ന് എലീശ പ്രവാചകനെ നമുക്ക് വിട്ടേക്കാം. നോ, നിങ്ങൾ ഈ നെഗറ്റീവായി ചിന്തിക്കുന്നത് ആദ്യം കളയണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ വീട്ടിലൊരു അനർത്ഥം ഉണ്ടാകുമെന്നും അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നാളുകളിൽ വരുമെന്നും നമ്മുടെ നാളുകളെ അറിയുന്ന ദൈവം ഇന്നലകളിൽ തന്നെ ആ വീട് പ്രവാചകന് ഒരുക്കിയത് കൊണ്ടാണ് അവളുടെ മരിച്ചുപോയ കുഞ്ഞ് ഉയർത്തെഴുന്നേൽക്കാനിടയായത്. അല്ലാതെ പണക്കാരി ആയതുകൊണ്ടല്ല. പണം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. ആ സ്ത്രീ ധനികയായൊരു സ്ത്രീയായിരുന്നു. ആ വീട്ടിൽ പ്രവാചകനെ ക്ഷണിച്ചു. ആ വീട്ടിൽ അദ്ദേഹം പോയി ഭക്ഷണം കഴിച്ചു. അത് മാത്രമല്ല, 9-ാമത്തെ വാക്യത്തിലുണ്ട്, അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണും. ഈ സഹോദരിമാർക്ക് കാര്യങ്ങൾ അറിയാം. ഒരു പുരുഷനോട് 2 തവണ മിണ്ടിക്കഴിയുമ്പോഴേ അറിയാം അവൻ ആളെങ്ങനെയുണ്ട്. ആ സഹോദരി മനസ്സിലാക്കി, വീട്ടിൽ വന്ന ഈ ദൈവദാസൻ വിശുദ്ധനായൊരു മനുഷ്യനാണ്. എല്ലാ ദൈവദാസന്മാരോടും എല്ലാ പുരുഷന്മാരോടും ഞാൻ ഇത് പറയുന്നു. ഇത് തിരിച്ചറിയേണ്ടത്, ഈ സാക്ഷ്യം കേൾക്കേണ്ടത് സഹോദരിമാരിൽ നിന്നായിരിക്കണം. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഭർത്താവിനോട് ഈ സഹോദരി പറയുന്നു, നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ മുറി ഉണ്ടാക്കി ആ ദൈവദാസന് കൊടുക്കാം. അവൻ വരുമ്പോൾ ഇവിടെ പാർക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു ഒറ്റ കാര്യം ഈ സഹോദരി ചെയ്തുകൊണ്ടല്ലേ അടുത്ത നാളുകളിൽ ഇവളുടെ കുഞ്ഞ് രോഗം പിടിച്ച് മരിച്ചപ്പോൾ ആ വീടുമായിട്ടൊരു ബന്ധം പ്രവാചകൻ ഉണ്ടായ കാരണം കൊണ്ടല്ലേ ആ കുഞ്ഞ് മരിച്ച വിവരം പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതും പ്രവാചകൻ ആ കുഞ്ഞിനെ വീട്ടിൽ വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തിരിക്കുന്ന ആളോട് പറ, എന്തെങ്കിലും കൊടുത്തവന്റെ വീട്ടിലെ അത്ഭുതം നടക്കൂ. പറ, എന്തെങ്കിലും കൊടുത്തവന്റെ വീട്ടിലെ അത്ഭുതം നടക്കൂ. ആമേൻ. Are you with me? Amen. Are you with me? Yes. ഞാൻ പ്രസംഗിക്കുന്നത് കൃത്യമായ കാര്യമാണ്. ദൈവവചനം ശരിയാണോ അല്ലയോ? ഉറപ്പാണോ? ഈ അപ്പോൾ ഞാനത് ഈ ഭാഗത്ത് നിന്ന് പുറത്തു വരികയാണ്, അല്ലെങ്കിൽ സമയം പോകും. അപ്പോസ്തല പ്രവൃത്തി 4. സമയം പോകുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട. കഴിഞ്ഞ ആഴ്ച എല്ലാം 12:30 മണിക്ക് വീട്ടിൽ പോയി വലിയ പ്രയോജനമൊന്നും ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന് 36-37 വാക്യം വായിച്ചാട്ടെ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച സൈപ്രസുകാരനായ വായിക്കണം. മൊത്തത്തിൽ പോയി
പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ആ. ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച സൈപ്രസുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആരാ? അടുത്ത വാക്യം നോക്കിയേ. ഇനി 5-ാം വാക്യത്തിൽ പോ. ഇനി 5-ാം അധ്യായത്തിൽ അടുത്ത വാക്യം എന്നാൽ അനനിയാസ് എന്ന പേരുള്ള രണ്ടുപേരെ ചരിത്രം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ബർന്നബാസ് തനിക്ക് ലഭിച്ച നന്മയുടെ ആ ഭാഗം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അവന്റെ ചരിത്രം ഞാൻ പിന്നെ പറയാം. എന്നാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറൊരു ചരിത്രമുണ്ട്. ഇതുപോലെ വസ്തു വിറ്റ ഒരു ടീം. ബാക്കി പറയണോ? പറയണ്ടല്ലോ. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരതിൽ വ്യാജം കാണിച്ചു. ഇവരെ രണ്ടുപേരുടെയും ചരിത്രം രണ്ടു വഴിക്കാണ് സഞ്ചരിച്ചത്. അറിവിത്മേ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ബൈബിൾ ഈ കാര്യത്തിന് പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ വചനം അനുസരിക്കാൻ ബാധ്യസ്ഥരല്ലേ? ആണോ അല്ലയോ? ഇത് പറഞ്ഞു തരാതെയും ഇത് പഠിപ്പിക്കാതെയും ഞാൻ പൊതിഞ്ഞു പിടിച്ചാൽ നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നില്ലെങ്കിൽ ഇതാര് പഠിപ്പിക്കും? വേറെ ആളുകൾ ഇതിന് ഓപ്പോസിറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാത്തിലും ഉണ്ട്. യഹോവയെ ദൈവം ഉള്ളൂ എന്ന് പറയുന്ന യഹോവ സാക്ഷികളുണ്ട്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരെന്ന് കൈ ഉയർത്തി. അല്ലാത്തവരുന്ന യോഗം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാത്തിനും എതിര് പറയുന്നവരുണ്ട്, എല്ലാത്തിനും ഓപ്പോസിറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്. ആ ഓപ്പോസിറ്റായ കാര്യമല്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകണം. ആത്മീയത ഒരു അനുഭവമാണ് മക്കളെ, ഇതൊരു അനുഭവമാണ്. മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യരുത്. ചേർന്നൊരാമേൻ പറയാമോ? നെവർ ഡു. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിഷ്കളങ്കതയോടെ നിൽക്കണം. അബ്രഹാമിന്റെ ഹൃദയത്തെ ദൈവം സിൻസിയറായി കണ്ടു. നിങ്ങളെ തന്നെ കർത്താവിന്റെ കയ്യിൽ ഒന്ന് കൊടുത്തേ, ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. മടി മാറട്ടെ മക്കളെ. ഈ മടിയാണ് പിശാച് നിന്റെ ഹൃദയത്തിൽ എവിടേക്കോ ഇട്ട ഈ മടുപ്പാണ് പല അനുഗ്രഹങ്ങളെയും തടഞ്ഞത്. ഇത് വെറുതെ പറയല്ല. ഈ മടി പൊളിയണം. ആരാധിക്കാനുള്ള മടി, കൈ ഉയർത്താനുള്ള മടി, സ്തോത്രം പറയാനുള്ള മടി, കൃത്യമായി ദൈവം തരുന്ന നന്മയുടെ ഓഫറിംഗ് ടൈത്ത് മാറ്റിവെച്ച് ആലയത്തിൽ കൊടുക്കാനുള്ള മടി, ഇത് പൊട്ടിയാൽ, ഇത് പൊളിഞ്ഞാൽ നിന്റെ ജീവിതം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ എനിക്കൊരു അവസരം കർത്താവ് തരികയാണ്. ഓരോ ഞായറാഴ്ചയും എൻ്റെ ദൈവത്തെ ബഹുമാനിക്കാനും എൻ്റെ ദൈവത്തെ ആരാധിക്കാനുമുള്ള ഒരവസരം ദൈവം എനിക്ക് തരികയാണ്. ഈ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തരുത്. മക്കളെ, ചർച്ച കഴിയുമ്പോൾ ആ കസേരയെല്ലാം ഒന്ന് പിടിച്ചടുക്കി വെക്കാൻ നിനക്കൊരവസരം ദൈവം തരികയാണ്. നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ. ആ പായൊന്ന് ഇടാൻ നിനക്കൊരു അവസരം ദൈവം തരികയാണ്. ആരാധനാലയത്തിൽ ഈ ക്യാമറ പിടിക്കാൻ, അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരുന്ന് കീബോർഡ് വായിക്കാൻ, വർഷിപ്പ് ചെയ്യാൻ, ദൈവത്തിന്റെ ആലയത്തിലെ പ്രവർത്തികൾ ഏർപ്പെടാൻ മറ്റു പലരും ഉണ്ടായിരുന്നിട്ടും അവരെയൊക്കെ മാറ്റി നിർത്തി നീ അനുഗ്രഹിക്കപ്പെടാൻ നിനക്കൊരവസരം ദൈവം തരികയാണ്. ഈ അവസരത്തെ നീ ഉപയോഗിക്കും. അതിൽ മടി കാണിക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ആമേൻ. ഇമ്മാനുവേൽ കെ.വി. ദൈവദാസനും ഷിജിൻ ബ്രദറും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കൈ അടിക്കാൻ നിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞിട്ടും നീ മടിച്ചു നിൽക്കുന്ന മടി ഇന്ന് പകൽ പൊട്ടിപ്പോണം. ഓഫറിംഗിന്റെ ബാഗ് അടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഓഫറിംഗിന്റെ ബാഗ് അടുത്ത് വരുമ്പോൾ ഏറ്റവും നല്ലത്, എന്നെ അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ബഹുമാനത്തോടെ ഞാനൊരു നന്മ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ബഹുമാനത്തോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിതയ്ക്കേണ്ട സാഹചര്യത്തിൽ വേണ്ട എന്ന് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മടുപ്പില്ലേ, നിന്റെ സാമ്പത്തിക വഴികളെ അടച്ചു കളയാൻ പിശാച് ഒരുക്കുന്ന ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് നീ അതിനെ ജയിച്ചാൽ, നീ അതിനെ പൊട്ടിച്ചാൽ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. 100%. അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോവാ. കാരണം നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട്. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. താങ്ക് യു ലോർഡ് ജീസസ്.
ഈ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് നിന്ന് ആരാധിക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിന്റെ മുട്ടുവേദന യേശു സൗഖ്യമാക്കും. Amen. യേശു കർത്താവ് മത്തായി സുവിശേഷം 26 അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യത്തിൽ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ശൗലില്ലായിരുന്നു, അല്ലെങ്കിൽ പൗലോസ് ഇല്ലായിരുന്നു. അന്ന് കർത്താവ് എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്തതെന്ന് ആ മനുഷ്യൻ കണ്ടില്ല. ഈ ശുശ്രൂഷയെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും യാതൊരു അനുഭവങ്ങളും ഈ മനുഷ്യന് പൗലോസിന് ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃത്യമായ സമയത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ, സഭയെ ഉപദ്രവിച്ച് നടന്ന ശൗലിനെ, സഭയെ മുടിക്കുവാനുള്ള അധികാരപത്രങ്ങൾ വാങ്ങി താൻ സഞ്ചരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനേക്കാൾ മിന്നുന്ന പ്രഭാകിരണങ്ങൾ തന്റെ കണ്ണിലടിച്ച് ആ ഉന്നത ബിരുദധാരി, ആ മതതീവ്രവാദി ആ കുതിരപ്പുറത്തു നിന്ന് വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് നിലത്ത് വീണ് അടിയറവ് പറഞ്ഞുകൊണ്ട് ആരാധ്യനായ ക്രിസ്തുവിനോട് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ നസ്രായൻ അവന് കൊടുത്ത മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാകുന്നു ഞാൻ എന്നുള്ളതാണ്. പിന്നത്തേതിൽ ആ മനുഷ്യനെ വെളിപ്പാടുകളുടെ കലവറയാക്കി, ആത്മീയ നേതൃത്വത്തിന്റെ നേതാവാക്കി, സഭകളെ പണിതുയർത്തുവാൻ, ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുവാൻ, ജീവിതങ്ങളെ പണിതുയർത്തുവാൻ വെളിപ്പാടുകളുടെ ആധിക്യം നൽകി 3-ാം സ്വർഗത്തോളം വരെ ആത്മതലങ്ങളിൽ എടുക്കപ്പെട്ട അനുഗ്രഹീതനായ അപ്പോസ്തലനാക്കി യേശു കർത്താവ് തന്നെ മാറ്റുവാനിടയായി. ആ മനുഷ്യൻ പറയുന്നു, ഈ ശുശ്രൂഷയെക്കുറിച്ച് എന്നെ പത്രോസ് പഠിപ്പിച്ചതല്ല, ഈ ശുശ്രൂഷയെക്കുറിച്ച് യാക്കോബോ യോഹന്നാനോ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിലോ ഞാൻ പഠിച്ചതല്ല, ഇത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഇത് കർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയ റെവലേഷനാണ്. ആ വെളിപ്പാട് വളരെ കൃത്യമായിരുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇതെന്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ശുശ്രൂഷ ഈ 1-ാം ഞായറാഴ്ച ഈ ആരാധന മധ്യയിൽ ഇവിടെ നടക്കുന്നതിന്റെ കാരണം ഇത് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു, ജീസസ് എസ്റ്റാബ്ലിഷ്ഡ് ദിസ് ടേബിൾ. ഇത് മനുഷ്യൻ സ്ഥാപിച്ച ഒരു ശുശ്രൂഷയല്ല. നമുക്കറിയാം, ഒത്തിരി സഭകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒത്തിരി സഭാ നേതാക്കന്മാർ നമ്മളുടെ ഇടയിലുണ്ട്, വിവിധ തരത്തിലുള്ള സഭകളുണ്ട്. ഓരോ സഭയ്ക്കും അതിൻ്റെതായ ഉപദേശങ്ങളും, ഓരോ സഭയ്ക്കും അതിൻ്റെതായ ദർശനങ്ങളും, ഓരോ സഭയ്ക്കും വ്യത്യസ്തമായ ബയലോകളും കാഴ്ചപ്പാടുകളുമുണ്ട്. എന്നാൽ തിരുമേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരച്ഛനോ ഒരു പാസ്റ്ററോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോ എഴുതി ഉണ്ടാക്കിയ ഒരു ശുശ്രൂഷയോ ബയലോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അജണ്ടയോ അല്ല. ഈ ശുശ്രൂഷ യഥാർത്ഥമായി ആദ്യമായി ഈ ഭൂമിയിൽ ചെയ്തത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവാണ്. 2, യേശു കർത്താവ് ഈ ശുശ്രൂഷ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ യേശു ചെയ്ത് കാണിച്ച യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ശുശ്രൂഷയാണ് ഈ തിരുമേശയുടെ ശുശ്രൂഷ. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസാണ് ആ വെളിപ്പാട് സഭയ്ക്ക് നൽകുന്നത്. ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഒന്നാമതായി യേശുവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മറവിയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. അതുകൊണ്ടാണ് ബൈബിളിൽ പല സന്ദർഭങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറക്കരുത്. 103-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്, അതിഥി സൽക്കാരം ആചരിക്കാൻ മറക്കരുത്. ഇങ്ങനെ മറക്കരുതെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മറവി കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഈ തിരുമേശ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതൊരു സഭയുടെ പാരമ്പര്യമാണെന്നോ, ഇത് എല്ലാ 1-ാം ഞായറാഴ്ച ഇവിടെ നടക്കുന്നതായതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ അതെനിക്ക് നല്ലതാകത്തില്ല എന്നുള്ളത് കൊണ്ടോ അല്ല ഇതിലേക്ക് കൈനീട്ടേണ്ടത്. ഈ ശുശ്രൂഷ ഇവിടെ സാധ്യമാകുവാൻ, ഇങ്ങനൊരു ശുശ്രൂഷ ഇവിടെ നടക്കുവാൻ ഇതിന്റെ പിറകിൽ ജീവൻ കൊടുത്ത ഒരു കർത്താവുണ്ട്. ഇതിന്റെ പുറകിൽ ജീവൻ തന്നൊരു യേശുവുണ്ട്. കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ പിടഞ്ഞ് ജീവിതത്തെ, ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച ഒരു പുത്രനുണ്ട്. ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്ന ഒരു പുത്രൻ. ആ പുത്രന്റെ കാൽവരി മരണത്തെയും യേശു കർത്താവിന്റെ പീഡാനുഭവങ്ങളെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ അനുഭവിച്ച കഷ്ടതകളെയും ആണ് ഈ തിരുമേശയിൽ ഓർക്കേണ്ടത്. എന്താണ് ഓർക്കേണ്ടത്? ഒറ്റ വാക്യത്തിൽ പറഞ്ഞുവിടാം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ
ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കഴിഞ്ഞ 26ഓളം വർഷമായി ഈ സുവിശേഷം പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എവിടൊക്കെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ, എവിടൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അതെപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ, ഈ തിരുവെഴുത്തിൽ വിശ്വസിച്ച, ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലും ക്രൂശ് മരണത്തിലും വിശ്വസിച്ച് സ്വീകരിച്ച് അത് ഏറ്റെടുത്ത് എന്റെ സൗഖ്യത്തിന് വേണ്ടുന്ന വില, എന്റെ സൗഖ്യത്തിന് വേണ്ടുന്ന പ്രൈസ് യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച ആയിരങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മനുഷ്യനാണ്. വ്യക്തിപരമായി പല സന്ദർഭങ്ങളിലും ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കർത്താവ് ആ ഒരു കൃപാദാനത്തെ തന്റെ കരുണയാൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വാക്കിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇന്ന് ഈ തിരുമേശയിൽ പങ്കെടുക്കുന്ന ഒത്തിരി ജീവിതങ്ങൾക്ക് വലിയ സൗഖ്യങ്ങളെ കർത്താവ് പകരാനിടയാകും. ഒരു വലിയ ഹീലിംഗിന്റെ, ഒരു ഡെലിവറൻസിന്റെ മൂവ്മെന്റ് ഇതിനകത്ത് നടക്കുന്നു. കൈകളെ തട്ടി ദൈവത്തിനൊന്ന് നന്ദി പറയാം. നിന്റെ ശരീരത്തിൽ നീ കൊണ്ടു നടക്കുന്ന എല്ലാ രോഗങ്ങളും, ഇല്ലീഗൽ സിക്നസ്, അൺവാണ്ടഡ് സിക്നസ്, എല്ലാ രോഗാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വായുകൾ കൊണ്ട് പറയുക, സൗഖ്യം എന്റെ അവകാശമാണ്. സൗഖ്യം എന്റെ അവകാശമാണ്. സൗഖ്യം എന്റെ അപ്പമാണ്. പറ, സൗഖ്യം എന്റെ ബ്രെഡാണ്, എന്റെ അപ്പമാണ്. ഹല്ലേലൂയ. എന്റെ ഡെയിലി ബ്രെഡാണ്. രോഗം ഇല്ലീഗലാണ്. ഒരിക്കലും എന്റെ ദൈവം എന്നെ കിടക്കയിലാക്കുന്നവനല്ല. ഒരിക്കലും എന്റെ ദൈവം എന്നെ ബന്ധിക്കുന്നവനല്ല. ഒരിക്കലും എന്റെ ദൈവം എന്നെ തകർക്കുന്നവനല്ല. എന്റെ ദൈവം എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ തകർക്കുന്നവനെന്ന്. എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. വിശ്വാസം വിളംബരം ചെയ്യാനുള്ളതാണ്. വിശ്വാസം ഏറ്റുപറയാനുള്ളതാണ്. വായ് പൂട്ടി ഇരിപ്പിക്കുന്നത് പിശാചാണ്. വാ കൊണ്ട് പറയണം, എവിടെ രോഗം അനുഭവിക്കുന്നത് അങ്ങോട്ട് കൈവച്ചേ, അങ്ങോട്ട് കൈവച്ചേ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് കൈവച്ചേ. വാ തുറന്ന് പറഞ്ഞാട്ടെ, അവന്റെ അടിപ്പിടരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് ലോകത്തിലെ ഒരു മനുഷ്യനും പറയാൻ കഴിയാത്തൊരു വാക്കല്ലേ യേശു പറഞ്ഞത്? തന്റെ ആത്മാവിനെ, തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നസ്രായൻ പറഞ്ഞു, സകലവും നിവർത്തിയായി. സകലതും നിവർത്തിയായി. 80 വയസ്സുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ മരിക്കുമ്പോഴും പല ആഗ്രഹങ്ങളും പല പ്രോജക്റ്റുകളും ബാക്കി വെച്ചിട്ടാണ് മരിക്കുന്നത്. 90ാമത്തെ വയസ്സിൽ മരിക്കാൻ കിടക്കുന്ന ആളിനും ആഗ്രഹമുണ്ട് കുറച്ചു നാളൂടെ ജീവിച്ചിരുന്ന് എന്തെങ്കിലുമൂടെ ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ 33.5 വയസ്സിൽ 34 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. സകലവും നിവർത്തിയായി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സകലവും നിവർത്തിയായി. ആ നിവർത്തീകരണത്തിൽ എന്റെ സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ നിവർത്തീകരണത്തിൽ എന്റെ നിത്യജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ നിവർത്തീകരണത്തിൽ എന്റെ ആത്മാവിനും പ്രാണനും വേണ്ടുന്നത് സകലതും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ സൗഖ്യത്തിന്റെ ശക്തി ഇന്നും വ്യാപരിക്കുന്നതാണ്. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബൈബിൽ പറയുന്നു, ഓർക്കേണ്ടത് ഇതാണ്, എന്റെ അതിക്രമ നിമിത്തം. കൈ ഇങ്ങനെ നെഞ്ചിലോട്ട് വെച്ച് പറഞ്ഞു, എന്റെ അതിക്രമ നിമിത്തം യേശു മുറിവേറ്റു. എന്റെ അകൃത്യ നിമിത്തം അവൻ തകർന്നു. ഹല്ലേലൂയ. ഇത് രണ്ടും രണ്ടാ കേട്ടോ. അതിക്രമവും അകൃത്യവും രണ്ടും രണ്ടാണ്. അതിന്ന് പഠിപ്പിക്കാനുള്ള സമയമില്ല. ഇത് രണ്ടും രണ്ടർത്ഥങ്ങളാണ്, രണ്ട് സംഭവങ്ങളാണ്, രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതിക്രമവും അകൃത്യവും ഒന്നല്ല. പക്ഷെ ഇതിന് രണ്ടിനും വേണ്ടുന്ന പ്രൈസ്, വില കർത്താവ് തന്റെ ശരീരത്തിൽ കൊടുത്തു. എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേളിലായി.
ഈ ദിവസങ്ങളിൽ നിന്റെ സമാധാനം കെടുത്തുന്ന സകല വിഷയങ്ങളും നിന്റെ വീട് വിട്ട് പോകട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനത്തെ കെടുത്തുന്ന എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന സകല കുടുംബ വഴക്കുകളും, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന സകല രോഗങ്ങളും, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന സകല ബന്ധനങ്ങളും, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന സകല തലമുറയുടെ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ ആമേൻ സെറ്റിൽ ആകട്ടെ. എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വരുമാറാകുമാറാകണമേ എന്നല്ല, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ എന്നെ സൗഖ്യമാക്കുമാറാക്കണമേ. മലയാളി പറയുന്ന പോലെ സൗഖ്യമാക്കുമാറാക്കണമേ എന്നല്ല, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓൾറെഡി that is done in the name of Jesus Christ. Hallelujah. ഈ ലൈവ് സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കിടക്കയിൽ കിടക്കുന്ന സഹോദരി കാലിലോട്ട് കൈവച്ച് പറഞ്ഞേ, അവന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തലമുറകളില്ലാത്ത ദമ്പതികൾ പറഞ്ഞേ, ഇനി ഗർഭം അലസുന്നവളും മച്ചിയും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകത്തില്ല. തലമുറയായി എന്നെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് വിടുതൽ സംഭവിച്ചിരിക്കുന്നു. പറവായി തുറന്നു ഇത് പ്രഖ്യാപിക്കാനുള്ളതാണ്. ഇത് ഓർക്കപ്പെടാനുള്ളതാണ്. 6-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എത്ര പേര് പറയും അങ്ങനെ എനിക്കൊരു കാലം ഉണ്ടായിരുന്നെന്ന്? ഞാൻ എൻ്റെ വഴി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. കൈപൊക്കുന്നില്ല, എപ്പോഴും അങ്ങനെയാണെന്നാ തോന്നുന്നത്. കൈപൊക്കുന്നവർ താൻ്റെ വഴിയിൽ നടന്നൊരു കാലം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം, പറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിന്റെ മേൽ ചുമത്തി. ദൈവമക്കളെ, കർത്താവിന് ആ ക്രൂശ് അല്ലായിരുന്നു ഭാരം. കേട്ടോ, ആ ഭാരമേറിയ കുരിശെടുത്തിട്ട് യേശു കർത്താവ് വീണ് എഴുന്നേറ്റും പോയെന്ന് പറഞ്ഞില്ലേ? ആ ക്രൂശിനേക്കാൾ വലിയൊരു ലോഡ്, ആ ക്രൂശിനേക്കാൾ വലിയൊരു ലഗേജ്, വലിയൊരു ഭാരം അവന്റെ മണ്ടയ്ക്കുണ്ടായിരുന്നു. മാനവജാതിയുടെ മുഴുവൻ അകൃത്യങ്ങളും പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും എല്ലാം അവന്റെ മേൽ ചുമത്തി. 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തന്നെ താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ വായ് തുറക്കാതെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതെയിരുന്നു. സ്വന്തം കൈ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി. യേശുവിന്റെ ക്രൂശിനെ ഓർക്കാത്ത, ധ്യാനിക്കാത്ത ആരാധനയല്ല. തിരുമേശയുടെ ശുശ്രൂഷയല്ല. കർത്താവേ, എനിക്ക് വേണ്ടി യാഗമായവനെ, ഞാൻ നിന്നെ ധ്യാനിക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഞാൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസനൊന്ന് ഉറക്കെ വായിക്കാമോ? ശ്രദ്ധയോടെ കേൾക്കാം നമുക്കത്. എല്ലാവരും ഇത് തല ഉയർത്തിപ്പിടിച്ച് കേൾക്കണം. എനിക്ക് വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിക്കുവീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ഇതിനെ എന്താണ് ബൈബിൾ വിളിച്ചത്? എല്ലാവരും വായി തുറന്ന് പറഞ്ഞു, ഇതിനെ എന്താണ് ബൈബിൾ വിളിച്ചത്? അനുഗ്രഹപാത്രം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അനുഗ്രഹപാത്രം. അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തോടുള്ള കൂട്ടായ്മയല്ലയോ? നമ്മൾ നുറുക്കാൻ പോകുന്ന ഈ അപ്പം
ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മയല്ലയോ? Amen. ഈ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു കർത്താവിന്റെ കൂടെ ചേരാനാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ടവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിച്ചു. ഓക്കെ, സ്നാനപ്പെട്ടത് എന്തിനാണ്? യേശുവിന്റെ കൂടെ ചേരുവാൻ വേണ്ടി, ക്രിസ്തുവിനെ ധരിക്കുവാനായി, ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉള്ളവരാകുവാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ, നമ്മുടെ മനസ്സാക്ഷി ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമറ്റതായിരിക്കുവാൻ. ഓക്കെ, പക്ഷേ കർത്താവായ യേശുവിന്റെ രക്തത്തോടും യേശു കർത്താവിന്റെ ശരീരത്തോടും നമുക്ക് കൂട്ടായ്മ ഉണ്ടാകാൻ ബൈബിൾ വെച്ചിരിക്കുന്ന ഏക ശുശ്രൂഷയാണ് ഈ തിരുമേശയുടെ ശുശ്രൂഷ. അതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം, ഈ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയും വീടും മാത്രമല്ല. ഭൗതികമായ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവം അങ്ങനെ അനുഗ്രഹിച്ച ഒത്തിരി പേരുണ്ട്, ഇതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം വർദ്ധിച്ചു, അവരുടെ കന്നുകാലികളൊന്നും കുറഞ്ഞു പോകില്ല. അപ്പൊ കന്നുകാലികൾ വർദ്ധിച്ചതിന്റെ കാര്യം എന്താ? അവൻ അനുഗ്രഹിച്ചതിനാ. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? അതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാം ഇതിനെ ഒന്നും ഫോക്കസ് ചെയ്ത ആളല്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ഒരിക്കലും നന്മയുടെ പുറകിൽ പോകുന്ന ആളല്ല. ഞാൻ ഒരിക്കലും ഈ ലോകത്തിൽ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി എൻ്റെ ഭൗതിക ആവശ്യത്തിന്റെ പുറകിൽ ഇങ്ങനെ കൊതിയും വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല. ഞാൻ യഹോവ എൻ്റെ ഇടയനാകുന്നു, ഞാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോഴും അവൻ എൻ്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഒന്ന് കരമടിച്ച് The Lord is my shepherd. Amen. That's it. That's it. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇനി അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തേച്ച് പറ, എന്തിനെങ്കിലും മുട്ടുണ്ടാകുന്നെങ്കിൽ യഹോവ ഇപ്പോഴും ഇടയനാണോ എന്ന് ചോദിച്ചേ. എന്തിനേലും മുട്ടുണ്ടാകുന്നെങ്കിൽ യഹോവ ഇപ്പോഴും, കാരണം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, പൊക്കണവും ചെരുപ്പും പേഴ്സും ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചു, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നു. നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ലാക്ക് ചെയ്തോന്നാണ്. ശിഷ്യന്മാർ അതിന് പറഞ്ഞ മറുപടി നത്തിങ് എന്നാണ്. ഞങ്ങൾക്കൊന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കാറ്റ് കാണില്ല, മഴ കാണില്ല, പക്ഷെ താഴ്വര വെള്ളം കൊണ്ട് നിറയും. എത്ര പേര് ആമീൻ പറയും? പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ ശരീരത്തോടും യേശുവിന്റെ രക്തത്തോടും നമുക്ക് കൂട്ടായ്മ ഉണ്ടാകാനുള്ള ഏക വഴിയാണ് ഈ ശുശ്രൂഷ. അതാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, ജീവന്റെ അപ്പം ഞാനാകുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചിട്ടും, ആ മന്ന വല്ലയിടത്തുനിന്ന് വന്നാണോ? മന്ന എവിടുന്ന് വന്നാ? അതും സ്വർഗത്തിൽ നിന്ന് വന്നല്ലേ? പക്ഷേ ആ മന്ന ഭക്ഷിച്ചവർ പിൽക്കാലത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. യേശു പറയുന്നു, ആ മന്ന പോലെ അല്ല ഈ അപ്പം, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. The bread of life. ഞാൻ ഇന്നലെ രാവിലെ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നു. നിങ്ങൾ എത്ര പേര് വാച്ച് ചെയ്തെന്നറിയില്ല. അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ശമരിയാക്കാരി സ്ത്രീയെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നാണ് ഞാനത് ലൈവ് ചെയ്തത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരു വാക്കെന്നെ, അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരം, നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ആ സ്ത്രീയോട് യേശു പറയുന്നുണ്ട്, ഈ വെള്ളം കിണറ്റിൽ കിടക്കുന്ന വെള്ളം കുടിക്കുന്നവനല്ല പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ജീവന്റെ ഉറവയാണ്. ജീവനുള്ള വെള്ളം, ജീവനുള്ള അപ്പം. ഇന്ന് പകൽ ഹല്ലേലൂയ, ഈ തിരുമേശയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എവിടേക്കോ ഡെഡായി പോയത്, എവിടേക്കോ ചലനമറ്റ് പോയത്, എവിടേക്കോ അവസാനിച്ചത്, എവിടേക്കോ കഴിഞ്ഞെന്ന് പറഞ്ഞത്, എവിടേക്കോ തീർന്നെന്ന് കഴിഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ജീവിക്കട്ടെ, ജീവിക്കട്ടെ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. What a privilege.
ഇത് ഗ്യാരണ്ടീഡ് ആണ് യേശു പറഞ്ഞതിനാൽ. വേറെ ഏത് ശുശ്രൂഷയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ബൈബിളിൽ എനിക്ക് കാണിച്ചു തരാമോ? അന്യഭാഷ പറയുന്നവനെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നു, കൈയടിക്കുന്നവനെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നു. അതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. ഈ ആരാധനയിലൊക്കെ വരുന്നതുകൊണ്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും രക്ഷിക്കപ്പെട്ടതുകൊണ്ടും ഒത്തിരി കളിയാക്കലുകൾ കേട്ടവരും നിന്ന കേട്ടവരും പരിഹാസം കേട്ടവരും വീട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഒറ്റപ്പെട്ടവരും എഴുതിത്തള്ളപ്പെട്ടവരും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരും ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എന്നെ കേൾക്കുന്നുണ്ട് വിവിധ നിലകളിൽ. വീട്ടിനകത്തുനിന്ന് ഒത്തിരി കുത്തുവാക്കലുകൾ കേൾക്കുന്നവരൊക്കെ ഉണ്ട്. നിന്നെയെല്ലാം എന്റെ ദൈവം അനുഗ്രഹിച്ചിരിക്കും, നിന്നെയെല്ലാം എന്റെ ദൈവം മാനിച്ചിരിക്കും. നിന്റെ കൂട്ടുകാരിൽ പരമായി എന്റെ ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. ഇതിലെല്ലാം അപ്പുറമായിട്ട് എന്റെ ദൈവം നിനക്ക് നിത്യജീവനെ നൽകുകയും ഒടുക്കത്തെ നാളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നല്ലൊരു ബിരിയാണി വെച്ചിട്ട് ആ ബിരിയാണി എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ആർക്ക് പറയാൻ കഴിയും ഇതൊരു അനുഗ്രഹ പാത്രമാണ്? പറ്റുമോ? It's okay. Don't worry. പിശാചിനെ ഇഷ്ടപ്പെടുന്നില്ല. പിശാചിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി എന്റെ ലൈറ്റെ തൊടാൻ അവൻ അനുവാദമില്ല. അതെന്തോ ലൂസ് കണക്ഷൻ, അത് സ്ക്രൂ എങ്ങാണ്ട് ഇളകി പോയതാ. പിശാചിന്റെ പണി നോക്കി ലൂസ് കണക്ഷൻ. ഇവിടെ ഇതിന്റെ ബേസ് ഉണ്ടായപ്പോൾ എന്റെ മേളിൽ ഇരുന്ന ഇന്ന് 5 മണിക്കൂറാണ് ശുശ്രൂഷിച്ചത്. ഓർത്തിരിക്കുന്നത് ലൈറ്റ് ഇളകിയത് മാത്രമായിരിക്കും ഇന്ന്. അതാണ് നമ്മൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലീവ് ഇറ്റ്. ഐ എം വെരി സോറി. ഞാനിങ്ങനെ പറയത്തിലും തീരുമാനം എടുത്ത ആളാണ്. ഒരു കാര്യം സംഭവിക്കുമ്പോഴും കറണ്ട് പോകും. ഈ പെന്തിക്കോസുകാരുടെ പ്രാർത്ഥന നടക്കുമ്പോൾ കറണ്ട് പോകുമ്പോൾ പറയും പിശാചിന് വാസ്തവ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല, നമുക്കെല്ലാവർക്കും കൂടെ കറണ്ട് പോകുമ്പോൾ അടിക്കാവുള്ളതാണോ കയ്യ്? കണ്ടിട്ടുണ്ട് കറണ്ട് പോകുമ്പോൾ എല്ലാവരും കൂടെ കൈയടിക്കുന്നേ. കറണ്ട് പോയത് അവിടെ എന്തോ പോസ്റ്റ് എങ്ങാണ്ട് മറിഞ്ഞു വീണോണ്ട്. ഇവിടെ ആരാധന നടക്കുമ്പോൾ ഇവിടുത്തെ കറണ്ട് പോക്കാൻ പിശാചിന് പറ്റുകയില്ല. അതാ എന്റെ വിശ്വാസം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വണ്ടി അങ്ങോട്ട് ഓടിപ്പോയ സമയത്ത് ഒരു വണ്ടിക്കാരൻ പുറകെ കൊണ്ടുവച്ച് മുട്ടി. അന്നേരേ ഞാൻ പറഞ്ഞതാ ഇന്ന് ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു പോരാട്ടം ഉണ്ടെന്ന്. ആ പുറകെ വന്നവൻ പിടിച്ചിട്ട് ബ്രേക്ക് കിട്ടിയില്ല. അതുകൊണ്ടാ ആരും മിണ്ടുന്നില്ലല്ലോ. കൈ കൊടുത്ത് പറഞ്ഞ ഒരു മഹത്വവും പിശാചിന് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒരു മഹത്വവും പിശാചിന് കൊടുക്കരുത്. അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കരുത്. ഒരിക്കല് ഇതൂടെ പറഞ്ഞേച്ച് പോവാം. ഒരമ്മച്ചി, വിശ്വാസിയായ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഭയങ്കര പാട്ടും പ്രാർത്ഥന. അമ്മച്ചി എന്തുണ്ടെങ്കിലും ദൈവത്തോട് പറയും, കർത്താവേ എനിക്ക് ഇന്നത് വേണം, എനിക്ക് നാളെ ഒരു പഴം കഴിക്കണം, എനിക്ക് നാളെ പാല് വേണം, എനിക്ക് ബിസ്ക്കറ്റ് വേണം, എനിക്ക് ഓട്സ് വേണം. എല്ലാം ദൈവത്തോട് ചോദിച്ച് മേടിക്കുന്ന ഒരു അമ്മച്ചിയാണ്. എല്ലാം പ്രാർത്ഥിച്ചേ മേടിക്കുള്ളൂ. ദൈവം അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അമ്മച്ചിക്ക് എന്തെങ്കിലും കിട്ടിയത്, കോഴി മുട്ടയിട്ടാൽ കോഴി ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് അമ്മച്ചി പറയും എൻ്റെ ദൈവം എനിക്കിന്ന് മുട്ട തന്നു, എൻ്റെ ദൈവം എനിക്കിന്ന് മുട്ട. അമ്മച്ചി ഇങ്ങനെ വിളിച്ചു പോകും. അപ്പോൾ ഈ അമ്മച്ചിയുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. ഒരു നിരീശ്വരവാദിയായ ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ ഈ നിരീശ്വരവാദിക്ക് ഇത് ഇഷ്ടമേ അല്ല. എന്തോ കിട്ടിയാലും ദൈവം തന്നു, ദൈവം തന്നു, ദൈവം തന്നു. ഈ നിരീശ്വരവാദി ഒരു കാര്യം ചെയ്തു. ഇയാളുടെ വീട്ടിലൊരു വാഴക്കൊല ഉണ്ടായി. ഇദ്ദേഹം കടയിൽ നിന്ന് പോയി ഒരു വാഴക്കൊല മേടിച്ചു. ഒരു വലിയ ഏത്തക്കൊല മേടിച്ചിട്ട് ഇയാളുടെ വീട്ടിൽ വെച്ച് പഴുപ്പിച്ചു. പഴുപ്പിച്ച് നല്ല മഞ്ഞ കളറിൽ പഴമായപ്പോൾ ഈ അമ്മച്ചിയുടെ വീടിന്റെ വാതിലിൽ കൊണ്ടുവച്ചിട്ട് ഇയാൾ മാറി ഒളിച്ചു നിന്നു. അമ്മച്ചിക്ക് ഈ വാഴക്കൊല കിട്ടിക്കഴിയുമ്പം അമ്മച്ചി പറയല്ലോ, കർത്താവേ നീ എനിക്ക് വാഴക്കൊല തന്നു എന്ന് പറയുമ്പം കർത്താവ് വലുത് തന്ന് ഞാനാ ഇവിടെ കൊണ്ടുവച്ചേ എന്ന് നിങ്ങൾക്ക് പറയണം. അതിനുവേണ്ടി ഇയാൾ മാറിയുന്നു. അമ്മച്ചി കഥ തുറന്നപ്പോൾ വീടിന്റെ വാതിൽ നല്ല പഴുത്തൊരു വാഴക്കൊല. അമ്മച്ചി ആ വാഴക്കൊല തൊട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ ഞാൻ മെനങ്ങാന്നും ആഗ്രഹിച്ചതേ ഉള്ളൂ നല്ലൊരു പഴം കഴിക്കാൻ. ദൈവമേ സ്തോത്രം, നീ തന്ന വാഴക്കൊലയ്ക്ക് ആയി സ്തോത്രം. ഉടനെ നിരീശ്വരവാദി എന്ന് പറഞ്ഞു, ഇത് ദൈവം തന്നൊന്നും അല്ല, ഇനി മേലാൽ ഇങ്ങനെ പറയരുത്, ഇത് ഞാൻ കൊണ്ടുവച്ച. അമ്മച്ചി പറഞ്ഞു, കർത്താവേ നീ വാഴക്കൊല എനിക്ക് തന്നതിനായി സ്തോത്രം, പിശാചിനെയും കൊണ്ട് പൈസയും കൊടുപ്പിച്ചതിനായി നന്ദി.
ദീവാനക്കൊല എനിക്ക് തന്നതിനായി സ്തോത്രം. പിശാചിനെ കൊണ്ട് കാശും കൊടുപ്പിച്ചതിനായി സ്തോത്രം. കൈ കൊടുത്ത് പറഞ്ഞു, ഒരു മഹത്വം പിശാചിനുള്ളതല്ലെന്ന് പറഞ്ഞു. ഒരു മഹത്വം പിശാചിന് കൊടുക്കുക. ഇനിയും ഉണ്ട് കേട്ടോ, ഇത് നടത്തണം. ചേർന്ന് രാമീൻ പറഞ്ഞാൽ ആമേൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. സ്വന്തം കയ്യിൽ തല വെച്ചിട്ട് പറഞ്ഞ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. ഐ ആം എ ബ്ലെസ്ഡ് പേഴ്സൺ. ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മയല്ല, ആമേൻ. നാം അനുഗ്രഹിക്കുന്ന ഈ മുന്തിരിച്ചാറ് യേശുവിന്റെ രക്തത്തോടുള്ള കൂട്ടായ്മയല്ല. അപ്പച്ച, അങ്ങയുടെ ശരീരത്തോടും അങ്ങയുടെ രക്തത്തോടും കൂട്ടായ്മ ഉണ്ടാകാൻ, അങ്ങയുടെ ശരീരത്തിനും അങ്ങയുടെ രക്തത്തിനും നിഴലായിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് കൈനീട്ടാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ദൈവത്തോട് ചോദിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചേ. വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടവർ, ഇന്ന് തിരുമേശയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കാൻ വന്ന പ്രിയപ്പെട്ടവർ, ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇത് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ സ്നാനപ്പെടാൻ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചേ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്ത് നൽകും പകരമായി? തുല്യമായി ഒന്നുമില്ല നാഥനെ. നന്ദിയോടെ അന്ത്യത്തോളം വാഴ്ത്തിടും ഞാൻ ദേവാ. ആ കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ ശുശ്രൂഷയ്ക്കായുള്ള ദൈവദാസന്മാർക്ക് മുൻപിലേക്ക് വരാം. Can you please come forward? This is the table of victory. This is the table of victory. Rakatala Vaishavartha Manasya. It's the table of victory. Can you please come forward? നന്ദിയോടെ അന്ത്യത്തോളം